വെൽക്കം ടു അക്കൗണ്ടൻസി ഓൺലൈൻ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് വരുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ പ്രധാനപ്പെട്ടതാണ് റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്താണ്, അതിൻ്റെ ഫോർമാറ്റ്, അതിലുള്ള പ്രോബ്ലം, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ ക്യാപിറ്റൽ റെസീപ്റ്റും റെസീപ്റ്റ്സുകൾ ക്യാപിറ്റൽ റെസീപ്റ്റ്സും അതുപോലെ തന്നെ റവന്യൂ റെസീപ്റ്റ്സും ഉണ്ടാവും. അതിനകത്ത് റവന്യൂ റെസീപ്റ്റ്സുകൾ മാത്രമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകമായി പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ ക്യാപിറ്റൽ പേയ്മെൻറ്റ്സും ഉണ്ട്, റവന്യൂ പേയ്മെൻറ്റ്സും ഉണ്ട്. അതിനകത്ത് റവന്യൂ പേയ്മെൻറ്റ്സുകൾ മാത്രമാണ് നമ്മൾ എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ ഫൈനൽ അക്കൗണ്ട് ലൈക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഒരു ഫൈനൽ അക്കൗണ്ടാണ്. ഏതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ഒരു വർഷത്തിൻ്റെ അവസാനത്തിലാണ് തയ്യാറാക്കുക. അതുപോലെ തന്നെ ഉള്ളൊരു അക്കൗണ്ട് തന്നെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, which shows classified summary of revenue and expenses for current period. അതായത് ആ വർഷത്തെ കറൻറ്റ് പീരീഡിലേക്കുള്ള റവന്യൂവും അതുപോലെ തന്നെ എക്സ്പെൻസസിൻ്റെ ഒരു സമ്മറിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്, അലോങ് വിത്ത് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് വിച്ച് ഈസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ ഫണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകവും അതുപോലെ തന്നെ എക്സ്പെൻസുമാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ എക്സ്പെൻസിനേക്കാളും ഇൻകമാണ് കൂടുന്നത് എങ്കിൽ സർപ്ലസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇൻകത്തേക്കാളും ചിലവാണ് അല്ലെങ്കിൽ എക്സ്പെൻസാണ് അധികമായിട്ട് നിൽക്കുന്നത് എങ്കിൽ അത് ഡെഫിസിറ്റും ആയിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെയുള്ള ഒരു ഫൈനൽ അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. വ്യാപാര സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്ന ലാഭനഷ്ട കണക്കിന് തുല്യമായി വ്യാപാരേതര സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്ന അക്കൗണ്ടാണ് വരവ് ചെലവ് കണക്കുകൾ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒരു നിശ്ചിത കാലാവധിയിലെ സ്ഥാപനത്തിൻ്റെ റവന്യൂ വരവുകളും ചെലവുകളും രേഖപ്പെടുത്തി അതിൽ നിന്നുണ്ടാകുന്ന മിച്ചമോ കമ്മിയോ എത്രയെന്ന് കണ്ടുപിടിക്കാൻ തയ്യാറാക്കുന്ന അക്കൗണ്ടാണ് വരവ് ചെലവ് അക്കൗണ്ട്. ഇനി അതിനകത്ത് ഫീച്ചേഴ്സ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഇതൊരു നാമമാത്രമായിട്ട് നോമിനൽ അക്കൗണ്ടാണ്. അതുപോലെ തന്നെ സിമിലർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെയാണ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ അക്രൂവൽ ബേസിസ്. നമ്മൾ അക്രൂവൽ ബേസിസ് രണ്ട് തരത്തിലുണ്ടെന്ന്, ക്യാഷ് ബേസിസിലും അതുപോലെ തന്നെ മറ്റൊന്ന് അക്രൂവൽ ബേസിസും. അപ്പോൾ നമ്മൾ അക്രൂവൽ ബേസിസിലാണ്, കിട്ടാനുള്ളതും കൂടെ കണക്കാക്കിയിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഫോർത്ത് വൺ, ഓൺലി ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഓഫ് കറൻറ്റ് ഇയർ ആർ ടു ബി റെക്കോർഡഡ്. അതായത് ആ വർഷത്തെ കറൻറ്റ് ഇയറിലുള്ള ഇൻകവും എക്സ്പെൻസും മാത്രമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത്. ഫിഫ്ത്ത് വൺ, ഇറ്റ് റെക്കോർഡ്സ് ഓൺലി ദോസ് ഐറ്റംസ് വിച്ച് ആർ ഓഫ് റവന്യൂ നേച്ചർ. റവന്യൂ സ്വഭാവമുള്ളത് മാത്രമാണ് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യുന്നത്. സിക്സ്ത് വൺ, ബോത്ത് ക്യാഷ് ആൻഡ് നോൺ ക്യാഷ് ഐറ്റംസ് ലൈക്ക് ഡിപ്രിസിയേഷൻ എക്സെട്ര ആർ റെക്കോർഡഡ്. റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നമ്മൾ പറഞ്ഞപ്പോൾ ക്യാഷിൻ്റെ ഐറ്റംസുകൾ മാത്രമാണ് ഇതിനകത്ത് ഉൾക്കൊള്ളുക. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്യാഷും അതുപോലെ തന്നെ നോൺ ക്യാഷ് ഐറ്റംസ്, അതായത് അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ഡിപ്രിസിയേഷൻ, ഔട്ട്സ്റ്റാൻഡിങ് പോലെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും കൊണ്ട് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യുന്നു. സെവൻത്ത് വൺ, ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ഓപ്പണിംഗ് ഓർ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഓർ ബാങ്ക്. ക്യാഷിൻ്റെയോ ബാങ്കിൻ്റെയോ ഓപ്പണിംഗ് അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ഒന്നും ഇതിനകത്ത് ഉൾക്കൊള്ളുന്നില്ല. എയ്ത്ത് വൺ, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ദിസ് അക്കൗണ്ട് റെപ്രസെൻറ്റ് ഐദർ സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ഈ അക്കൗണ്ടിലുള്ള
ക്ലോസിംഗ് ബാലൻസ് ഒന്നുകിൽ സർപ്ലസ് ആയിരിക്കും അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. ലാഭം നഷ്ടം എന്നത് നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ടേം സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് എന്ന വാക്കാണ്. ഇനി അടുത്തത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണ് കൊടുത്തിട്ടുള്ളത്. എക്സ്പെൻഡിച്ചർ സൈഡിൽ നമ്മൾ ആദ്യം ഡെബിറ്റ് സൈഡ് തന്നെ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ റവന്യൂ പേയ്മെൻറ്റ്സുകൾ മാത്രം, ക്യാപിറ്റൽ പേയ്മെൻറ്റ്സുകളൊന്നും ഇതിനകത്ത് പരിഗണിക്കാൻ പാടില്ല. സാലറീസ്, ഹോണറേറിയം, റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, പോസ്റ്റേജ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ടെലിഫോൺ ചാർജസ്, ചാരിറ്റീസ്, വേജസ്, അപ്കീപ്പ് ഓഫ് ഗ്രൗണ്ട്സ്, ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റി ചാർജസ്, ഇൻട്രസ്റ്റ് പെയ്ഡ് ആണ്. ജനറൽ എക്സ്പെൻസസ്, എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ്, ബാങ്ക് ചാർജസ്, കൺവെയൻസ് മീൻസ് യാത്രാക്കൂലി, റിപ്പയേഴ്സ്, ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് പീരിയോഡിക്കൽസ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, ഫിക്സഡ് അസറ്റ് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം, ഡിപ്രിസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ്, ഫിക്സഡ് അസറ്റിനുള്ള തേയ്മാനം. പിന്നെ അതുപോലെ തന്നെ ഇൻകം സൈഡിലെ സബ്സ്ക്രിപ്ഷൻ, പരിസംഖ്യ, ജനറൽ ഡൊണേഷൻ, എൻട്രൻസ് ഫീസ്, എൻട്രൻസ് ഫീസ് അല്ലെങ്കിൽ അഡ്മിഷൻ ഫീസ് രണ്ടിലും വരും. ഒന്നുകിൽ അത് ക്യാപിറ്റൽ റെസീപ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ റവന്യൂ റെസീപ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിന് എൻട്രൻസ് ഫീസിൻ്റെ കുറച്ച് ഭാഗം ചിലപ്പോൾ എന്ത് ചെയ്യുകയാണ്, ചില സ്ഥാപനങ്ങൾ ക്യാപിറ്റൽ റെസീപ്റ്റ് ആയിട്ട് വെക്കും. അപ്പോൾ ക്യാപിറ്റൽ റെസീപ്റ്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപയാണ് എൻട്രൻസ് ഫീ ആയി കിട്ടിയതെങ്കിൽ അതിൻ്റെ 50% ക്യാപിറ്റൽ റെസീപ്റ്റ് ആണെങ്കിൽ അപ്പോൾ അതിന് 50,000 എന്ത് ചെയ്യും, ക്യാപിറ്റൽ റെസീപ്റ്റ് ആയിട്ട് എടുക്കും. ബാക്കി 50,000 റവന്യൂവിൽ ഇൻകമായിട്ട് നമ്മൾ പരിഗണിക്കുന്നു. നെക്സ്റ്റ് ഹോൾ റെൻറ്റ് റിസീവ്ഡ്, ലോക്കർ റെൻറ്റ് റിസീവ്ഡ്, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ്, സെയിൽ ഓഫ് ഗ്രാസ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ്സ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, മിസ്സലേനിയസ് റെസീവ്സ്. അതേപോലെ ഇൻകം സൈഡിൽ ഡെഫിസിറ്റ് എന്ന് കാണാം. അതേപോലെ തന്നെ എക്സ്പെൻഡിച്ചർ സൈഡിൽ സർപ്ലസ് എന്ന് കാണാം. ഈ ഡെഫിസിറ്റിൻ്റെ ബ്രാക്കറ്റിൽ നോക്കുക, എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം, ഇൻകത്തേക്കാളും എക്സ്പെൻഡിച്ചറാണ് അധികമെങ്കിൽ ഡെഫിസിറ്റാണ്, അത് നഷ്ടം. ലോസിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ഡെഫിസിറ്റ്. അതേപോലെ സർപ്ലസിൻ്റെ ബ്രാക്കറ്റിൽ കാണാം എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ, എക്സ്പെൻഡിച്ചറിനേക്കാളും ഇൻകമാണ് അധികമെങ്കിൽ സർപ്ലസ്. അപ്പോൾ എന്താണ്, എക്സ്പെൻഡിച്ചർ ഇൻകം ആണ് കൂടുതലെങ്കിൽ എന്തായിരിക്കും, സർപ്ലസ് ആയിരിക്കും വരും. ഇനി അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് കൂടെ തന്നെ വരുന്നതാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് അറിയാമല്ലോ, കാരണം നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ, ഐറ്റംസുകളുടെ വ്യത്യാസം മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അക്കൗണ്ട് അല്ല. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരിയഡ് ആഫ്റ്റർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഒരു പ്രത്യേക ഡേറ്റിലുള്ള അക്കൗണ്ട്. അതുപോലെ തന്നെ ജനറലി പ്രിപ്പയർഡ് അറ്റ് ദി എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരിയഡ്, അക്കൗണ്ടിങ് പീരിയഡിൻ്റെ അവസാനത്തിലാണ് തയ്യാറാക്കുക. അപ്പോൾ തന്നെ ക്യാപിറ്റൽ ഫണ്ട് റെപ്രസെൻ്റ് എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ഇതിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അസറ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, പ്രീപെയ്ഡ് എക്സ്പെൻസ് എക്സെട്ര ആർ ഷോൺ ഓൺ ദി അസറ്റ് സൈഡ്. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകൾ, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇതെല്ലാം അസറ്റ് സൈഡിലാണ്, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് കാണിക്കുക. അപ്പോൾ അതിന് ക്യാപിറ്റൽ റെസീപ്റ്റുകളായിട്ടുള്ള ലയബിലിറ്റീസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഇൻകം റിസീവ്ഡ്, അഡ്വാൻസ് ആർ ഷോൺ ഓൺ ദി ലയബിലിറ്റീസ് സൈഡ്. ഇതെന്താ, എല്ലാം ചെയ്യും ലയബിലിറ്റീസ് സൈഡിലുമാണ് കാണിക്കുക. അതേപോലെ സർപ്ലസ്, ഡെഫിസിറ്റ് ഓർ ഡിസ്ക്ലോസ്ഡ് ബൈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇസ് ഷോൺ either as an addition to or reduction from the capital fund. അതായത് സർപ്ലസും ഡെഫിസിറ്റിനോടും കൂടി ചിലതുകളൊക്കെ ആഡ് ചെയ്യും, ചിലതെല്ലാം തന്നെ ലെസ് ചെയ്യും. അതേപോലെ ഇഫ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് ഈസ് നോട്ട് ഗിവൺ, ക്യാപിറ്റൽ ഫണ്ടിൻ്റെ ഓപ്പണിംഗ് തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ ഓർഡർ ടു നോ ദി ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട്. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കാണാൻ വേണ്ടിയിട്ട് എന്ത് തയ്യാറാക്കും, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കും. ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് നോക്കുക. അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ടു ബാങ്ക്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് കൺസ്യൂമബിൾ ഐറ്റംസ്, ഫിക്സഡ് അസറ്റ്, സ്പെഷ്യൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത്രയാണ് അസറ്റ് സൈഡിൽ. ലയബിലിറ്റി സൈഡിൽ
ക്യാപിറ്റൽ ഫണ്ട് അതായത് ഓപ്പണിംഗ് ബാലൻസ് അതിനോട് കൂടി സർപ്ലസ് കൂട്ടുക, ഡെഫിസിറ്റാണ് ഡെഫിസിറ്റ് കുറക്കണം, ലീഗൽ ഫീസ്, എൻട്രൻസ് ഫീസ്, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എല്ലാം ഇതിനോട് കൂടിയിട്ട് ആഡ് ചെയ്യുക. അതേപോലെ സ്പെഷ്യൽ പർപ്പസ് ഫണ്ടായിട്ടുള്ള ടൂർണമെൻറ്റ് ഫണ്ട് പോലെയുള്ള ഫണ്ടുകൾ അത് അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇത്രയാണ് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതേപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്, പിന്നെ ബാലൻസ് ഷീറ്റ് എന്താണ്, ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന്